ചുമ്മാ ഇരടാ, അവൻ ചാവൂടാ. അല്ലാരും നിങ്ങളുടെ തബല ആർക്കാണോ? ഞാൻ പോലെടാ, ആളില്ലടാ, നീങ്ങി വാ. നമ്മുടെ മാവേലി വിളിക്കാൻ പോയിനെന്തേ? കുറെ നേരമായല്ലോ. രണ്ടുകൂടി വെള്ളം അടിച്ചവിടെയും കിടക്കുവാണോ? ഏയ്, വെള്ളം അടിക്കാൻ വഴിയില്ല. എന്തായാലും കാശ് കിട്ടുന്ന കാര്യമല്ലേ, പരിപാടി. ദാണ്ടേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിന് കരോളിന് പോയി പട്ടിയോളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഓടാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. ഇപ്രാവശ്യം ഞാൻ പുലിയാ, കടിച്ചങ്ങ് കീറി ഞാൻ അങ്ങ് തിന്നു ഞാനങ്ങ്. പിന്നല്ല എന്താടാ, ഞാൻ അവന്മാരെ പോയി നോക്കിട്ട് വന്നല്ലോ. ആരെ? അവന്മാരെ പോയി നോക്കിട്ട് വരാം. നീ പോയി നോക്ക്. അപ്പൊ ചെണ്ട ആര് കൊട്ടും? നിനക്ക് ചെണ്ട കൊട്ടാ അറിയാവോ? പിന്നെ എടാ, രാത്രി പോയി ഡോർ കൊട്ടുന്ന കാര്യം പറയുന്ന പോലല്ല. ഞാൻ കൊട്ടും. ആ പോ, ഞാൻ പോയിട്ട് വേഗം വരാം. പോയിട്ടോ വേവട്ടെ. വരണേ. ഇപ്പൊ വരാം. എടാ, എന്റെ ചിഞ്ചിലും എന്തിയേ? ഇങ്ങനെ നിന്നെ ആരാ ഇത് കൊട്ടാൻ പഠിപ്പിച്ചേ? ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങോട്ട് പിടിക്കുക. എന്തളിയാ തോണ്ടാങ്ങനെ ഒരുങ്ങി വന്നേക്കുന്നു മഹാബലിയായിട്ട്. ഇവിടെ വിളിക്കാൻ പോയമാരെന്തേ? ഒരു രക്ഷയില്ല. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ. ഇന്നലെ ഒരു അട്ടക്കൂറ് പിടിച്ച് നടന്നവനാ മഹാബലിയുടെ വേഷം ഇട്ടപ്പോഴത്തേക്കോ മാവേലി നാടുവാടിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. സത്യം പറയണ, ഇത് എവിടുന്നേലും അടിച്ചോണ്ട് വന്നു. എവിടുന്ന് കിട്ടി? അടിപൊളി സാധനം കേട്ടോ, പൊള്ളി സാധനം. എന്തായാലും പുലി സാധനങ്ങളെല്ലാം സെറ്റാണല്ലോ. ദൈവമേ ഈശ്വര, ഈ പ്രാവശ്യങ്ങളിൽ എന്റെ കല്യാണം എങ്ങനെയും സെറ്റായ എങ്ങനെ? അതിപ്പോ നമ്മൾ ഓരോ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഏതെങ്കിലും ഒരു സുന്ദരിയായ പെൺകുട്ടിയെ ഞാൻ കാണുന്നു, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാകുന്നു, ഞങ്ങളുടെ കല്യാണം കഴിയുന്നു. അങ്ങനെ കല്യാണത്തിന് വരുന്ന പെൺകുട്ടികളെ എല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു, നിങ്ങളുടെ എല്ലാവരെയും കല്യാണം കഴിയുന്നു. എങ്ങനെയുണ്ട്? എന്താ പറയുന്നത്? വാലല്ല, നമുക്ക് പോവാം. അളിയാ, എന്റെ കല്യാണം ഇവിടുന്ന് തന്നെ സെറ്റ് ആവുമെന്നാ കേട്ടോ തോന്നുന്നേ. ഒന്ന് പോയടാ, അവരുടെ കല്യാണം കഴിഞ്ഞാടാ. മാവേലി മക്കളെ വാ. അത് നിങ്ങൾക്കുള്ളതല്ല, എനിക്കുള്ളതാ. പോടാ. എന്തുവാടാ നീ ഇപ്പോൾ മഹാബലി വന്നേ വന്നേ. ഇത് സാന്റയുടെ പാട്ടല്ലേടേ, നമ്മുടെ പാട്ടിട്. അയ്യോ, നമ്മുടെ കൊട.
കൊല്ലുവടാ നിന്നെ കൊല്ലുവടാ കൊല്ലണം പുലിയെ കൊല്ലണം ആ, കൊല്ലുവടാ നിന്നെ കൊല്ലുവടാ കൊല്ലുവടാ പിടിച്ച് മാറ്റണം ഇവനെ. കൊല്ലും നിന്നെ വേണ്ട, വിട് എന്നെ. വിട് വിട് ഹായ് ഊഞ്ഞാൽ 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 ആ. ഹായ് ചില്ലാട്ടം പറക്കാം ഹായ് എന്റെ അമ്മച്ചി ഹൂ, നശിപ്പിച്ച് എന്റെ ഊഞ്ഞാലും പൊട്ടിച്ച് എന്റെ അത്തപ്പൂവും വൃത്തിയേടാക്കി എഴുന്നേറ്റ് കള്ള മാവേലി. സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഓണാശംസകൾ. അയ്യോ മോൻ വാ. അയ്യോ അമ്മേ അയ്യോ ഓ നല്ല വീഴ്ച. നിനക്കല്ലേലും പണ്ടേ പെണ്ണുങ്ങളുള്ള വീട്ടിൽ ചെല്ലുമ്പിച്ച് ഷോച്ചിൽ കൂടുതലാണ്. ഒരു മറ്റൊരു പരിപാടി കാണിക്കില്ല, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. നിന്റെ ഒരു ഗ്ലാസ് എന്തിയാടാ? ഒറ്റക്കെണ്ണം വേട്ടക്കാരൻ വേട്ട നീ എന്തിനാ കരയുന്നേ? എനിക്ക് അച്ഛൻ ഒന്നും മേടിച്ചെന്നില്ല, ഉടുപ്പും മേടിച്ചെന്നില്ല, പൂവും മേടിച്ചെന്നില്ല. ഉടുപ്പോ? എന്തോ ഉടുപ്പ്? നമുക്കൊന്നും ഓണം ഇല്ലടി. ഉടുപ്പ് എനിക്ക് എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം മേടിച്ചെന്നേനെ. നീ പോയേ നിന്റെ ചത്തുപോയ തള്ളയോട് പറ ഉപ്പ് വാങ്ങിച്ചാൻ. ഹായ് മാവേലി. തീർന്നു. നീ ഒരു കുളവുള്ളായിരുന്നു. എന്തോത്തിനാ വന്ന അങ്ങോട്ട്? ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ. ഓണം ഡാ, ഇങ്ങോട്ട് വാടാ. ആ തള്ളയില്ലാത്ത കൊച്ചിനോട് എന്തോടാ കാണിക്കുന്നത്? നിനക്ക് എന്താടാ? നിനക്ക് കള്ളു കുടിക്കാൻ കാശുണ്ട്, ആ കൊച്ചിനൊരു ഉടുപ്പ് മേടിച്ചു കൊടുക്കാൻ നിനക്ക് കാശില്ല അല്ലേ? ഓണമായിട്ട് നിവർത്തിയുണ്ടോ ചേട്ടാ? ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല. ഇതൊക്കെ ഒരു അഭിനയമാ. അമ്മയില്ലാത്ത കൊച്ച ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ പോലും എനിക്ക് മാർഗമില്ല. പട്ടിണിയാ. ഇതൊക്കെ കാണിച്ച അവള് വെറുക്കുമല്ലോ തന്നെ. അതുകൊണ്ടാ. ആരും ആശ്രയമില്ലാത്തവർക്ക് ദൈവമുണ്ട് മോളെ. ഇത് ഒരു ഓണ സമ്മാനമാണ്. ഓണാശംസകൾ. നമ്മുടെ അമ്മാവന്റെ വീടാണിത്. നമുക്കിതുവരെ കിട്ടാത്ത പൈസ എല്ലാം ഇവിടുന്ന് കിട്ടും. ഇഷ്ടം പോലെ കാശാണ് അമ്മാവന്. ഓക്കെ അല്ലേ? നിർത്ത്. ഞാൻ ഇപ്പൊ മാവോ അമ്മാവന് ഉറങ്ങുവാ. വാ, നമുക്ക് എടുത്തോണ്ട് വരാം, പറ്റിക്കാം. നീ കാലെ പിടി, ഞാൻ കയ്യെ പിടിക്കാം. ഓ, എന്തൊരു വെയിറ്റ് ആയി അമ്മാവന്. എന്തൊരു മുടിഞ്ഞ വെയിറ്റാ. താഴെ ഇടല്ലേ. പതുക്കെ. ഞങ്ങളുടെ മാമനൊരു സർപ്രൈസ് തന്നല്ലയോ മാമ.
എന്നാലും മാമൻ എന്ത് പണിയാ മാമ കാണിച്ചത്? മാമൻ ഇങ്ങോട്ടൊന്നും പറയണ്ട. മാമൻ വന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചോ. കഴിഞ്ഞ ഓണത്തിന് ഈ മുറ്റത്ത് കിടന്ന് എന്തും വേണ്ടി നമ്മൾ കിടന്ന് ഉരുണ്ടതാ. നമ്മൾ അടിച്ച് സെറ്റായി ഇവിടെ എന്തും വേണ്ടി പരിപാടി നടത്തിയതാ. നമ്മൾ ഉമ്മൊക്കെ തന്ന് ഓർക്കുന്നുണ്ടോ? അവൻ ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ പറയാനോ? എനിക്ക് കൊറോണയാടാ. എനിക്ക് കൊറോണയാ. ആ തോണ്ടാ രാവിലെ മാവേലി വിളിക്കാൻ പോയല്ലോ അടിച്ചു പാമ്പായിട്ട് നിൽക്കുന്നേ. അണ്ണാ ഓക്കെ ആണോ? മറ്റേ ഒന്ന് പറഞ്ഞേ. ഓണാശംസകൾ. അതാണ്. എടാ നീ എവിടായിരുന്നു ഇത്ര നേരം? എടാ നീയൊക്കെ മാവേലി ഇല്ല പുലികളിക്ക് പോയോ? അങ്ങേര് ആശംസകൾ. മാവേലി വേഷം കിടന്നു ഒരിക്കലാ. അച്ഛാ ആരും ആശ്രയമില്ലാത്തവർക്ക് ദൈവമുണ്ട് മോളെ. പണ്ട് വാമനനായി എത്തിയ മഹാവിഷ്ണു മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തും മുൻപ് ഒരു വരം കൊടുത്തിരുന്നു. എല്ലാ കൊല്ലവും തന്റെ പ്രജകളെ വന്നു കാണാനുള്ള ഒരു വരം. അങ്ങനെ എല്ലാ കൊല്ലവും മഹാബലി നമ്മെ കാണാൻ ഓണനാളിലെത്തുമെന്നാണ് ഐതിഹ്യം. പലപ്പോഴും ഓണമൊരുക്കാനുള്ള തിരക്കുകൾക്കിടയിൽ നാം അദ്ദേഹത്തെ മറന്നുപോകുന്നു. പക്ഷേ നമ്മളോടൊപ്പം നമ്മളിൽ ഒരാളായി മഹാബലി എല്ലാ കൊല്ലവും ഓണം ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ നാം അതൊന്നും തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം.